നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ NDA യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2-ന് ചേർത്തലയിലാണ് യോഗം. NDA സംസ്ഥാന കൺവീനറും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയും മുതിർന്ന BJP നേതാക്കളും ഘടകകക്ഷി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നണിയെ സജ്ജമാക്കലാണ് പ്രധാന അജണ്ട. BDJSന് മതിയായ പരിഗണന കിട്ടുന്നില്ലെന്ന പരാതികൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുമെന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് വിവിധ സമുദായ നേതാക്കളുമായും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്ക് പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിക്കും ഷൈനും ഒപ്പമിരുന്ന് ഉപയോഗിച്ചു. നടന്മാർക്ക് എക്സൈസ് നോട്ടീസ് നൽകും. താരങ്ങൾക്ക് ലഹരി കൈമാറിയെന്ന കഞ്ചാവ് കേസ് പ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക്. ഇവരുമായി നടന്മാർക്കുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സിനിമാ താരങ്ങളെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുമെന്നും എക്സൈസ് അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. താരങ്ങൾക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചതായി തസ്ലിമ മൊഴി നൽകിയെന്നാണ് വിവരം. തസ്ലിമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റ് എക്സൈസിന് ലഭിച്ചിരുന്നു. തസ്ലിമയ്ക്കായി എക്സൈസ് ഉടൻ കസ്റ്റഡി അപേക്ഷയും നൽകും. കൂടുതൽ കണ്ണികൾക്കായി അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് എക്സൈസ് സംഘം. വർഷങ്ങളായി സിനിമാ മേഖലയിൽ സജീവമാണ്. ഇന്നലെ പിടിയിലായ തസ്ലിമ സുൽത്താന. തിരക്കഥ വിവർത്തനമാണ് ഇവരുടെ ജോലി. തസ്ലിമയ്ക്ക് 8 ഭാഷകൾ പ്രാവീണ്യമുണ്ട്. ആലപ്പുഴയിലെ കുഞ്ഞിന്റെ ജനനം. ചികിത്സാ പിഴവ് സമ്മതിച്ച ആരോഗ്യവകുപ്പ്. വീണ്ടും കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച ആരോഗ്യവകുപ്പ്. മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. അപകട സാധ്യത അറിയിക്കുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റും പരാജയപ്പെട്ടെന്നും കണ്ടെത്തി. ഡോക്ടർ CV പുഷ്പകുമാരി, ഡോക്ടർ KA ഷേർലി എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കുടുംബത്തിന് കൈമാറി. അതേസമയം കുഞ്ഞിനെ വീണ്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ചികിത്സയിൽ തൃപ്തരല്ലെന്ന് കുടുംബം പറയുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും കുടുംബം പറയുന്നു. പിന്നാലെയാണ് കുട്ടിയെ ആലപ്പുഴയിലേക്ക് മാറ്റുന്നത്. ശരീരത്തിൽ ഗുരുതര പരിക്കുകൾ. കോഴിക്കോട് 3.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മ കടന്നു കളഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടാനെത്തിയ കുഞ്ഞിനെയാണ് അമ്മ ഉപേക്ഷിച്ചത്. കുഞ്ഞിനെ ശരീരത്തിൽ ഗുരുതര പരിക്കുകളോടെയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. അതേസമയം കുട്ടിയെ അമ്മ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരൻ വ്യക്തമാക്കി. കുട്ടിയുടെ അച്ഛൻ മാനന്തവാടി സ്വദേശി നേരത്തെ മരിച്ചിരുന്നു. ആന്ധ്ര സ്വദേശിയായ യുവതിയെ മാനന്തവാടി സ്വദേശി വിവാഹം കഴിക്കുകയായിരുന്നു. ഉമ്മയും ഉപേക്ഷിച്ചതോടെ കുഞ്ഞ് അനാഥയായിരിക്കുകയാണ്. അതേസമയം 2ാമത്തെ കുഞ്ഞിനെ യുവതി വിറ്റുവെന്ന് പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷെറിന് മോചനമില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ മോചനം മരവിപ്പിച്ച് സർക്കാർ. ഭർത്തൃപിതാവ് ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയ പ്രതി ഷെറിന്റെ മോചനം സർക്കാർ മരവിപ്പിച്ചു. ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം മരവിപ്പിച്ചത്. ഷെറിനെ വിട്ടയക്കുന്നതിൽ ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന് ആരോപണം ഉയർന്നതിനാലും മന്ത്രിസഭ തീരുമാനത്തിന് ശേഷം ജയിലിൽ സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്ത കേസിൽ ഇവർ പ്രതി ആയതിനാലുമാണ് പിന്മാറ്റം. തീരുമാനമെടുത്ത 2 മാസമായിട്ടും റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയിട്ടില്ല. മോചനം തടയണമെന്ന് ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. ഗവർണർ വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാരിന് ശുപാർശ ലഭിച്ചു.